Hi friends, welcome to Pratap G Tech. Redmi K20, Realme X. രണ്ട് മികച്ച ഫോണുകളാണ്. രണ്ട് പ്രൈസിലാണ് നമുക്കറിയാം. എങ്കിലും ഇതിലേതാണ് ബെറ്റർ ആയിരിക്കുക? 22,000 അല്ലെങ്കിൽ 24,000 കൊടുത്ത് Redmi K20 എടുക്കണോ, Realme X എടുക്കണോ? ഈ ഒരു കൺഫ്യൂഷൻ പൊതുവെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. രണ്ടും നല്ല ഫോണുകളാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നതും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ടിൻ്റെയും ആ ഒരു പ്രൈസ് സിറ്റുവേഷനിൽ അത് എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്കും ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും ഇതിലേതായിരിക്കും ബെറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസൈൻ ഫുൾ സ്ക്രീനാണ് രണ്ട് ഫോണും. രണ്ടും AMOLED ഡിസ്പ്ലേ ആണ്. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പക്ക സെയിം ആണ്. ഏതെങ്കിലും ഒന്നിലും മോശമൊന്നും നല്ലതൊന്നും പറയാനില്ല. രണ്ടും ഒരുപോലെ പെർഫെക്റ്റായ ഡിസൈനും ഡിസ്പ്ലേയും. പോപ്പപ്പ് ക്യാമറ സംവിധാനങ്ങൾ രണ്ടിലും ഉണ്ട്. അതേപോലെ ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്, ഡുവൽ നാനോ സിമ്മിൻ്റെ ഓപ്ഷൻ. അങ്ങനെ ഡിസൈൻ വൈസിൽ എല്ലാ കാര്യങ്ങളും സെയിം ആണ്. റിയർ സൈഡിൽ നമുക്ക് എക്സ്ട്രാ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ, അതായത് ഫ്രണ്ടിൽ രണ്ടിലും ഗൊറില്ല ഗ്ലാസ് 5 ആണ്. റിയർ സൈഡിൽ Redmi K20യിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് കിട്ടുന്നുണ്ട്. അതേസമയം റിയൽമിയിൽ നമുക്ക് പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ഡിസൈൻ ആണ് കിട്ടുന്നത്. അപ്പോൾ Redmi K20യിൽ സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് നമുക്ക് തോന്നാം. ശരിയാണ്. അപ്പോൾ ഗ്ലാസ് ഡിസൈൻ ഒരു പ്രീമിയം ഫീൽ നമുക്ക് K20യിൽ കിട്ടും. ഫീൽ ഇൻ ഹാൻഡ് ഫീലാണ് പറയുന്നത്. കാണാൻ കുറച്ച് കളർഫുൾ ആണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാ വേണ്ട വെച്ചാൽ ചൂസ് ചെയ്യാം. അപ്പോൾ രണ്ടും ഒരുപോലെ നല്ല ഡിസൈനാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ എന്തായാലും അവിടെ ഒരു മാർക്ക് കൊടുക്കുന്നില്ല, പകരം അത് ടൈ ആണ്. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും എടുക്കാം. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സിമിലർ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി അടക്കം. പെർഫോമൻസിലേക്ക് വരുമ്പോൾ ക്ലിയർ ആയിട്ടും സ്നാപ്ഡ്രാഗൺ 730 710 ബെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ Redmi K20യുടെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ആ ഒരു 730 എന്ന പ്രൊസസ്സറിൻ്റെ പവർ കൂടുതൽ കൊണ്ടാണ് അങ്ങനെ കുറച്ച് ബെറ്റർ ആവുന്നത്. ഡേ ടു ഡേ ലൈഫിലെ യൂസേജിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. പകരം ഗെയിമിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ച് ബെറ്ററായ കുറച്ചും കൂടി സ്ലൈറ്റ്ലി സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് നമുക്ക് 730യിൽ കിട്ടും. ബാക്കി എല്ലാം കൊണ്ട് സെയിം ആണ്. ഇപ്പോൾ റാം ആയാലും റോം ആയാലും LPDDR4X, അതേപോലെ UFS 2.1, അങ്ങനെ ഡുവൽ സിം ഇടാം, മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല. ബാക്കി എല്ലാം പെർഫെക്റ്റ്ലി സെയിം ആണ്. കുറച്ച് ബെറ്ററായ സ്ലൈറ്റ്ലി ബെറ്ററായ ഒരു പെർഫോമൻസ് K20യിലാണ് നമുക്ക് കിട്ടുക. റാമിൻ്റെ കാര്യം സ്റ്റോറേജിൻ്റെ കാര്യം ഞാൻ അവസാനം പറയാം, പ്രൈസിൻ്റെ കൂട്ടത്തിൽ പറയാം. അടുത്തായിട്ട് ക്യാമറയുടെ കാര്യമാണ്. Redmi K20യിൽ Sony IMX582 ആണ്. Realme Xൽ 86 തന്നെയാണ് ബെറ്റർ. പക്ഷേ 82 ക്വാളിറ്റിയിൽ കാര്യമായ വ്യത്യാസമൊന്നും വരുന്നില്ല. പകരം ചില ഓപ്ഷൻസ് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടും സെയിം ആണ്. പക്ഷേ Redmi K20യിൽ നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറയും ടെലിഫോട്ടോ ലെൻസൊക്കെ ആയിട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് തീർച്ചയായിട്ടും ഒരു വാല്യൂ ഉള്ള ഓപ്ഷൻസ് ആണ്. നല്ല പെർഫോമൻസും അവ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്ററായ ഒരു ക്യാമറ സെറ്റപ്പ് നമുക്ക് Redmi K20യിലാണ്. ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ച് സാമ്പിളുകൾ കാണിക്കുമ്പോൾ ഈ ഒരു സാമ്പിളുകളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്ന ഒരു കാര്യമുണ്ട്. Realme Xന് കുറച്ച് എക്സ്പോഷർ കൺട്രോൾഡ് ആണ്. അതിന് കുറച്ച് ഡീറ്റെയിൽസ് കുറച്ച് കൂടുതൽ നമുക്ക് കാണാം. എന്നാൽ Redmi K20യിൽ നമുക്ക് കുറച്ച് എക്സ്പോഷർ കൂട്ടി മുഖത്ത് ഫേസിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടും ഫേസിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് ബ്ലോൺ ഔട്ടായി പോകുന്ന തരത്തിലുള്ളൊരു സംഭവം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കുറച്ചും കൂടി കൂളായിട്ട് ക്ലിയർ ആയ ഒരു ഇമേജ് നമുക്ക് Realme Xലാണ് കാണാൻ സാധിക്കുന്നത്. ക്വാളിറ്റി വൈസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ Realme X ആണ് കുറച്ച് ബെറ്റർ ആയത്. അല്ലെങ്കിൽ Sony IMX586 ആണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത്. എന്നാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് വൈഡ് ആംഗിൾ ക്യാമറ നമുക്ക് മറക്കാൻ പറ്റില്ല. ആ ഒരു സെറ്റപ്പ് ട്രിപ്പിൾ ക്യാമറ ഉള്ളത് കൊണ്ട് Redmi K20യുടെ ക്യാമറ സെറ്റപ്പ് കുറച്ച് ബെറ്റർ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ വീണ്ടും ക്വാളിറ്റി വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് Realme Xലെ ഇമേജാണ്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ പിങ്കിഷ് ടോണും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു എക്സ്പോഷറിൻ്റെ കൂടുതലും നമുക്ക് വീണ്ടും Redmi K20യിൽ കാണാം. ആ ഒരു സ്കിൻ ടോണും കാര്യങ്ങളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നത് Realme Xലാണ്. പക്ഷേ ദയനീയമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കളറ്. എൻ്റെ ഷർട്ടിൻ്റെ കളർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. നമ്മൾ മെയിൻ ക്യാമറയുടെ ഇമേജ് കാണിച്ചപ്പോൾ കണ്ട ഷർട്ടിൻ്റെ കളറാണ് യഥാർത്ഥ കളർ. ഇവിടെ ഈ രണ്ട് ഇമേജുകളിലും ആ കളറല്ല കാണുന്നത്. അപ്പോൾ കളർ ആക്യുറസി എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല. അതും രണ്ട് ഫോണിനും ബാധകമാണ്. അതുകൊണ്ട് അതൊരു ടൈ ആണ്. പിന്നെ ഒരു കാര്യം കൂടി ക്യാമറയുടെ കാര്യത്തിൽ പറയാനുള്ളത്, Redmi K20യുടെ പോർട്രേറ്റ് ഇമേജ്, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ പോർട്രേറ്റ് ഇമേജിൽ Redmi K20 അത്ര മികച്ച ഒരു പ്രകടനമല്ല കാഴ്ചവെക്കുന്നത്. അതിനേക്കാൾ ബെറ്റർ ആയിരിക്കുന്നത് Realme X തന്നെയാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ എല്ലായിടത്തും എനിക്ക് കുറച്ച് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തോന്നിയത് Realme X തന്നെയാണ്. പക്ഷേ Redmi K20യിൽ നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറയും ടെലിഫോട്ടോ ലെൻസൊക്കെ ആയിട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് തീർച്ചയായിട്ടും ഒരു വാല്യൂ ഉള്ള ഓപ്ഷൻസ് ആണ്. നല്ല പെർഫോമൻസും അവ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്ററായ ഒരു ക്യാമറ സെറ്റപ്പ് നമുക്ക് Redmi K20യിലാണ്. അപ്പോൾ ബെറ്ററായ ക്യാമറ ഓപ്ഷൻസ് കൂടുതലുള്ളതുകൊണ്ട് Redmi K20 മൊത്തത്തിൽ ബെറ്റർ ആയിട്ട് നമുക്ക് തീരുമാനിക്കാം. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വന്നാൽ 4000 mAh ബാറ്ററി Redmi K20യിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 3765 mAh ബാറ്ററി നമുക്ക് Realme Xലും കിട്ടുന്നുണ്ട്. രണ്ടും നല്ല ബാറ്ററി ലൈഫ്, ഒരു ദിവസത്തിൽ കൂടുതലുള്ള ബാറ്ററി ലൈഫ് നമുക്ക് തരും. കുറച്ചും കൂടി ഫാസ്റ്റായ ഒരു ബാറ്ററി ചാർജിങ് സംവിധാനം Realmeയിലുണ്ട്. Redmiയിലും ഫാസ്റ്റ് ചാർജർ അടക്കം തന്നെ വരുന്നതാണ്. 18 വാട്ട് ഫാസ്റ്റ് ചാർജർ ഉണ്ട്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മികച്ച ഫാസ്റ്റ് ചാർജിങ് സംവിധാനങ്ങളും
നല്ല ബാറ്ററി ലൈഫ് ഉള്ള ബാറ്ററികൾ തന്നെയാണ്. കുറച്ച് കൂടിയ ഒരു ബാറ്ററി സെറ്റപ്പ് നമുക്ക് റെഡ്മി K20യിലാണ് കിട്ടുന്നത്. ഇനി കൺക്ലൂഷൻ എന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഇതിലേതാണ് ബെറ്റർ ആയിരിക്കും അങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ ബേസ് വേരിയൻറ്റുകളിൽ ഒരു ചെറിയ മാർക്കറ്റിംഗ് ട്രിക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. 4GB RAM 128GB സ്റ്റോറേജ്. 17,000 രൂപയ്ക്ക് Realme Xൽ നമുക്ക് 4GB RAM കിട്ടും. മറ്റേ അനേകം ഫോണുകൾ നമുക്ക് 13,000-നും 14,000-നും 4GB RAM കിട്ടും. ആ ഫോണുകളുടെ എല്ലാം 6GB RAM വേരിയൻറ്റ് 17,000 രൂപയ്ക്ക് കിട്ടും ചെയ്യും. 17,000 രൂപയ്ക്ക് 4GB RAM സഫിഷ്യൻ്റ് ആണ് അല്ല. അപ്പോൾ കൂടിയ വേരിയൻറ്റ് എടുക്കേണ്ടി വരും. 20,000 രൂപയ്ക്ക് 8GB RAM 128GB സ്റ്റോറേജ് എടുത്താൽ Realme X ഒരു അടിപൊളി ഫോണായി. Redmi K20 22,000 രൂപയ്ക്ക് ബേസ് വേരിയൻറ്റ് കിട്ടും. 6GB RAM ഉണ്ട്, പക്ഷേ 64GB സ്റ്റോറേജ്, 48 മെഗാപിക്സൽ ക്യാമറയൊക്കെ ഉള്ള ഫോണിൽ എന്തായാലും പോരായ്മ തന്നെയാണ്. അതും ഒരു തരം ട്രിക്ക് തന്നെയാണ്. 24,000 രൂപയുടെ അടുത്ത വേരിയൻറ്റ് എടുക്കേണ്ടി വരും നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോറേജ് കിട്ടണമെങ്കിൽ. കാരണം ഇതിനകത്തൊന്നും മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് കൂടിയ വേരിയൻറ്റ് തന്നെ എടുക്കണം, വേറെ ഓപ്ഷനേ നമുക്കില്ല. അപ്പോൾ 24,000 രൂപയുടെ Redmi K20 ആയിരിക്കും നമുക്ക് നല്ലൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ Realme X ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും 20,000 രൂപയുടെ Realme X ആയിരിക്കും കുറച്ചുകൂടി നന്നാവുക. അപ്പോൾ Realme Xൻ്റെ 4GB RAM അത്ര മോശമാണെന്ന് ചോദിച്ചാൽ മോശമൊന്നുമല്ല. അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ നമുക്ക് നല്ല ഗെയിമിംഗ് ഒക്കെ സാധിക്കും. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും RAM കൂടുതലുള്ളത് തന്നെയാണ്. നോർമൽ യൂസിൽ ഇതിൻ്റെ പെർഫോമൻസ് രണ്ടും സെയിം ആണ്. വലിയ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതും കൂടി നോട്ട് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് Redmi K20 Realme Xന് മുകളിൽ ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാമെന്ന് ചോദിച്ചാൽ വൈഡ് ആംഗിൾ ക്യാമറ അടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് Redmi K20യിൽ മെയിനായിട്ടും ഒരു പ്രത്യേക അട്രാക്റ്റീവായ ഒരു ഘടകമായിട്ടുള്ളത്. ആ ഒരു സംഭവത്തിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് Redmi K20 Realme Xനേക്കാൾ ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പിന്നെ ചിന്തിക്കുക Realme Xൻ്റെ 8GB RAM വേരിയൻറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് വഴി ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.